ഹലോ, പിക്സലിൻ്റെ പുതിയ അതായത് അടുത്ത 9 സീരീസ് ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യും. ഇപ്പോൾ ലീക്ക്ഡ് ഇമേജ് വെച്ച് നോക്കുവാണെങ്കിൽ സംഭവം കിട്ടില്ല. ഇതാണ് സാധനം. അപ്പോൾ അതായത് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ്, അതായത് ഒരു ഇൻഹാൻഡ് ഫീൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇത് സോളിഡ് ആയിട്ടുള്ളൊരു ഫോണായിരിക്കും. കട്ട പോലെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല സ്ട്രോങ് എഡ്ജും പിന്നെ ക്യാമറ കട്ടൗട്ടൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു പ്രോ ഫോൺ എന്നാണ്. പിക്സൽ 8 സീരീസും ഇതും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു തരത്തിലുള്ള സാമ്യം നമുക്കിതിൽ കാണാൻ പറ്റില്ല. നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഡിസൈനിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇന്റേണലി എന്തെങ്കിലും ചേഞ്ചസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ചേഞ്ചസ് ഉണ്ട്. പുതിയ ചിപ്പ് വരുന്നുണ്ട്, പുതിയ ക്യാമറ സെറ്റപ്പ്, പുതിയ സൈസുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഹൈലൈറ്റ്. അല്ലാണ്ട് വലിയ സംഭവങ്ങളൊന്നും ഈ ഒരു പിക്സൽ 9 സീരീസിലില്ല. അപ്പോൾ എന്തായാലും പിക്സൽ 8 സീരീസ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. കാരണം പിക്സലിൻ്റെ 8 പ്രോയിൽ കുറേയധികം പ്രശ്നങ്ങൾ കാണുന്നു. ക്യാമറ ഓവർ ഹീറ്റിംഗ്, പെർഫോമൻസ് ലാഗ്, അങ്ങനത്തെ കുറേയധികം ഇഷ്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ട്. റെഡിറ്റിലും എക്സിലും പിന്നെ എന്താ പറയുക ഫേസ്ബുക്കിലും അങ്ങനത്തെ കുറേ മീഡിയാസിൽ നമ്മൾ കാണുന്നതാണ്. അതൊക്കെ ഉള്ളതാണോ? പിന്നെ നിങ്ങളുടെ ഓവറോൾ പിക്സൽ എക്സ്പീരിയൻസ് ഇപ്പോൾ ആൻഡ്രോയിഡ് 14 ആണല്ലോ, എങ്ങനെയുണ്ടെന്നൊക്കെ ജസ്റ്റ് പറയാം. അടിപൊളിയായിരിക്കും. ഇപ്പോൾ പിക്സൽ 9 സീരീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രാവശ്യം 3 ഡിവൈസസ് ആണ് പിക്സലിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത്. പിക്സൽ 9, പിക്സൽ 9 പ്രോ, പിക്സൽ 9 പ്രോ എക്സൽ എന്ന് പറഞ്ഞിട്ടൊരു മോഡലും വരുന്നുണ്ട്. ഈ ഒരു എക്സൽ എന്ന് പറഞ്ഞ മോഡൽ ഒരു ലാർജർ, അതായത് ഇപ്പോഴത്തെ ആ ഒരു 8 പ്രോയുടെ സൈസിലായിരിക്കും വരിക, 6.7 ഇഞ്ചസ്. പിന്നെ പിക്സൽ 9 പ്രോ എന്ന് പറയുന്നത് 6.5 ഇഞ്ചസ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ പിക്സൽ 9 എന്ന് പറയുന്നത് അത്യാവശ്യം ഇൻ ഹാൻഡിൽ നമുക്ക് കയ്യിലൊക്കെ ഒതുക്കി പിടിക്കാവുന്ന ടൈപ്പിലുള്ളൊരു സെറ്റപ്പ് ആയിരിക്കും. 6.1 മുതൽ 6.3 വരെ ഉള്ള ആ ഒരു സൈസ് റേഞ്ചിൽ ഏതൊരു സൈസ് ആയിരിക്കും ആ ഒരു ഫോണിൽ വരാം. പിന്നെ ബാക്കി സ്പെസിഫിക്കേഷൻ, അതായത് ഡിസ്പ്ലേ, ക്യാമറ, ബാറ്ററി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ഡിസൈൻ്റെ ലീക്കിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതും. സ്പെക്ക് എന്തായാലും ഒക്ടോബറിലാണ് ഇത് വരാതിരിക്കുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് എന്തായാലും പിക്സലിൻ്റെ ഡിവൈസാണ്. ഈ ഒരു സെയിം അവസ്ഥ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പിക്സൽ 8 സീരീസ് ലോഞ്ച് ചെയ്തപ്പോൾ. അവരുടെ ഫുൾ ഫോണിൻ്റെ ഡീറ്റെയിൽസ് അടക്കം ലോഞ്ചിന് മുമ്പേ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അറിഞ്ഞുകൊണ്ട് ലീക്ക് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഈ ഒരു തരത്തിലേക്ക് ഗൂഗിൾ എത്തിക്കേണ്ടതാണോ എന്നൊന്നും അറിയില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അറിയില്ല, ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പിക്സൽ 8 പ്രോയുടെയും അതുപോലെ തന്നെ പിക്സൽ 8ൻ്റെയും ആ ഒരു ലീക്ക്ഡ് ഇമേജ് ട്വിറ്ററിലും പിന്നെ അത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. പിന്നെ ആ ഒരു ഡിവൈസിൻ്റെ ഒക്കെ ആ ഒരു സ്പെസിഫിക്കേഷൻ വലിയ രീതിയിൽ ലീക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2-3 മാസം കഴിഞ്ഞായിരുന്നു ലീക്കായി. അപ്പോൾ അതേപോലെ തന്നെ ഈ പ്രാവശ്യത്തെ 9 സീരീസിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ജൂലൈ ഓഗസ്റ്റിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുവാണെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഉണ്ടാവും. അപ്പം ഇതുവരെ എക്സ്പെക്റ്റേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ എന്തായാലും ഇതൊരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഗൂഗിളിൻ്റെതായിട്ടുള്ള ആ ഒരു ഡിസൈൻ മൊത്തം ഫുൾ ഡിസൈനാണ്. അതൊരു ഡമ്മി ആയിട്ട് തോന്നുന്നില്ല, വർക്കിംഗ് മോഡലായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഡിസൈൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജ് നമുക്കിന്ന് കാണാൻ പറ്റും. കാരണം ആ ഒരു ക്യാമറയുടെ ആ ഒരു ഷേപ്പും അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ്റെ ഭാഗത്തും പിന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം ഇതൊരു ഒറിജിനൽ പ്രോഡക്റ്റ് ആവാൻ നല്ല ചാൻസ് ഉണ്ടെന്ന്. ഞാൻ ഈ കണ്ട കാര്യം വെച്ച് പറയാണ്. ചിലപ്പോൾ ഇതിൽ മാറ്റം വന്നേക്കാം, മാറ്റം മരത്തിൽ നിന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, വന്നേക്കാം വരാതിരിക്കാം. എന്തൊക്കെയായാലും ഇതുവരെയുള്ള സംഭവം നോക്കുവാണെങ്കിൽ, അതായത് ഈ ഡിസൈൻ വെച്ച് നോക്കുവാണെങ്കിൽ പിക്സൽ 9 സീരീസ് അത്യാവശ്യം അടിപൊളിയാക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഡിസൈൻ്റെ വയസ്സിൽ. പിന്നെ ഈ സ്പെക്കിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ സ്പെക്കായിട്ട് വരുന്നത് ഇതിൻ്റെ ചിപ്സെറ്റാണ്. ഇപ്രാവശ്യം ഗൂഗിളിൻ്റെ തന്നെ ഓൺ ചിപ്പ് തന്നെയാണ്. ഇത്ര നാളത്തെ ആ ഒരു എന്താ പറയുക, ഇത്ര നാളത്തെ ആൾക്കാരുടെ തെരുവുകൾ കേട്ടിട്ടും അവർ വീണ്ടും അവരുടെ തന്നെ ചിപ്സെറ്റിൽ നിൽക്കാനാണ് അവരുടെ ഉറച്ച തീരുമാനം. അപ്പോൾ അതുകൊണ്ട് ടെൻസർ G4 എന്ന് പറഞ്ഞ ചിപ്പാണ് ഈ ഒരു ഡിവൈസിന് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ആ ഒരു നാനോമീറ്റർ കണക്ക് നോക്കുവാണെങ്കിൽ മിക്കവാറും ഇതൊരു 4 നാനോമീറ്റർ വരാനാണ് ചാൻസ്. ചിലപ്പം 3 നാനോമീറ്റർ വന്നേക്കാം. അപ്പോൾ ബാക്കി ഇതിൻ്റെ റോ പെർഫോമൻസും ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സും, അതായത് ചിപ്പിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇനിയും ഡീറ്റെയിൽസ് വരാനുണ്ട്. കാരണം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എന്തായാലും ഫോൺ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചിപ്പ് വരുന്നത് ടെൻസർ G4 ആയിരിക്കും. ഇനിയിപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എല്ലാ പ്രാവശ്യത്തെ പോലെ ആൻഡ്രോയിഡിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 ഈ ഒരു പിക്സൽ 9 സീരീസിലായിരിക്കും ഫസ്റ്റ് ലോഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഫോണിൽ അത് വരുള്ളൂ. പിന്നെ ഗൂഗിൾ അവരുടെ ആ ഒരു AI പ്ലാറ്റ്ഫോംസ് ഒക്കെ സ്ട്രോങ് ആക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ ബാർഡ് ബാക്കി ജെമിനി ആയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ജെമിനി 3 വേർഷൻസിലാണ് വരുന്നത്, അൾട്രാ, പ്രോ, അതുപോലെ തന്നെ നാനോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു ജെമിനി നാനോ എന്ന് പറഞ്ഞ സംഭവം പിക്സൽ 8 സീരീസിൽ ഇൻബിൽട്ട് ആയിട്ട് വരും എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഈ ഒരു ജൂലൈയിലോ ജൂണിലായിട്ട് ആ ഒരു അപ്ഡേറ്റ് ഈ ഒരു പിക്സൽ 8 പ്രോയിലേക്ക് പുഷ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പിക്സൽ 9 സീരീസിൽ ആ ഒരു ജെമിനി നാനോ എന്ന് പറഞ്ഞ സംഭവം ഇൻബിൽട്ട് ആയിട്ട് ആ ഒരു ആൻഡ്രോയിഡ് 15 കൂടെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഒരു പുതിയ AI അസിസ്റ്റൻറ്റ് പിക്സലിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പിക്സി ഈ ഒരു 9 സീരീസിലും അവൈലബിൾ ആയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ കറണ്ട് ലീക്കിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പിക്സൽ 9 സീരീസിൻ്റെ ആ ഒരു സ്പെക്ക് എന്ന് പറയാനായിട്ട്. ക്യാമറയുടെ കാര്യവും അതുപോലെ തന്നെ ബാറ്ററി അതുപോലെ ഡിസ്പ്ലേ ടെക്കും കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ഇവിടെ മിണ്ടുന്നില്ല. കാരണം അത് നമുക്ക് ജെനുവിൻ ആയിട്ടുള്ളൊരു സ്പെക്ക് ഇതുവരെയും വന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാം 5000 mAh ബാറ്ററി വരും, അതുപോലെ നല്ല പെർഫോമൻസ് ആയിരിക്കും, 50 MP 3 ക്യാമറ, ടെലിഫോട്ടോ ലെൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാം. പക്ഷേ അതൊന്നും വലിയ
ഒരു ഉപകാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈനിലും അതുപോലെ തന്നെ ആ ഒരു മറ്റേ നമ്മുടെ SoCയിൽ നമ്മളിപ്പോൾ ഒതുക്കുകയാണ്. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത്, അതായത് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഐഡിയ വന്നു തുടങ്ങും. ഫോൺ ഓണായും അതുപോലെ തന്നെ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്ന വീഡിയോസൊക്കെ എന്തായാലും വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം Pixel 9 സീരീസിൻ്റെ ആ ഒരു ലോഞ്ചിന് മുമ്പേ ഉള്ള ആ ഒരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഡിസൈൻ അടിപൊളിയാണെങ്കിലും നമുക്കിത് ഇൻ ഹാൻഡ് ഫീൽഡിലൊക്കെ നമുക്ക് നല്ല പണി തരാൻ ചാൻസ് ഉണ്ട്. കാരണം അത്യാവശ്യം മറ്റേ ആ ഒരു ഫ്ലാറ്റ് സർഫസ് ആയതുകൊണ്ട് തന്നെ കൈയൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ വേദനിക്കും. അതുപോലെ തന്നെ കയ്യിലൊക്കെ ഇങ്ങനെ വിട്ട് വീഴുന്നൊരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ ആപ്പിളിൻ്റെ 14 Pro പോലെ. അപ്പോൾ ഇനി ബാക്കി ലോഞ്ച് ചെയ്തിട്ട് നമുക്ക് പറയാം. പിന്നെ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ Pixel 9 മിക്കവാറും ഒരു 50,000 അതുപോലെ 60,000 റേഞ്ചിൻ്റെ ഇടയ്ക്ക് ഉറപ്പായിട്ടും വരും. Pixel 9 Pro ഒരു 70 മുതൽ 80,000 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി ആ ഒരു Pixel 9 Pro XLലേക്ക് വരികയാണെങ്കിൽ എന്തായാലും ഒരു 90 മുതൽ 1 lakhന് മേലെ വരാൻ ചാൻസ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് എൻ്റെ പ്രൈസ്. പിന്നെ അതുപോലെ തന്നെ പിക്സലിൻ്റെ വേറൊരു ഡിവൈസ്, അതായത് Pixel 8 എന്ന് പറയുന്ന ഡിവൈസ് ഈ ഒരു ജൂണിൽ വരാനിരിക്കുന്നുണ്ട്. അത് പിക്സലിൻ്റെ 8 സീരീസ് ഫാമിലിയിലുള്ള ഡിവൈസാണ്. ഒരു 60K റേഞ്ചിലേക്ക് വരുന്നൊരു ഫോണായിരിക്കും. അതിനകത്ത് നമുക്ക് എന്താ പറയുക, Android 15 ഉണ്ടാവില്ല, 14 ആയിരിക്കും. പിന്നെ ടെൻസർ G3 ചിപ്പൊക്കെ ആയിരിക്കും. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസ്പ്ലേയും പിന്നെ പിക്സൽ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു Pixel 7 ഇറങ്ങിയ പോലെ. പക്ഷേ Pixel 6 ഇറക്കിയത് അത്രയും എന്താ പറയുക, ആ ഒരു ഫാൻ ബേസ് ഒന്നും 7 ഉണ്ടായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ 7 യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ Pixel 8 വരട്ടെ. ഈ ഒരു 60 റേഞ്ചിൽ Pixel 8 ആണോ അല്ലെങ്കിൽ ആ ഒരു Pixel 9 ആണോ അടിപൊളിയാകുമെന്ന് നമുക്ക് ഇതൊക്കെ ലോഞ്ച് ചെയ്തിട്ട് ഒരു സ്പെക്ക് റിവ്യൂ പറയാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഈ ഒരു Pixel 9 സീരീസിനെ പറ്റി ഇത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ Pixel 8 സീരീസിനെ പറ്റി പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഓക്കെ.